ശിവപുരാണം രുദ്രസംഹിത സൃഷ്ടി അദ്ധ്യായം 2 നാരദന്റെ തപസ്സ് തടസ്സപ്പെടുത്താൻ ഇന്ദ്രൻ കാമദേവനെ അയക്കുന്നു. സൂത പറഞ്ഞു, ബ്രാഹ്മണരെ, ഒരിക്കൽ ബ്രഹ്മപുത്രനും ശ്രേഷ്ഠനുമായ നാരദ മുനി ആത്മനിയന്ത്രണം പാലിച്ചുകൊണ്ട് തപസ്സു ചെയ്യാൻ ഇഷ്ടപ്പെട്ടു. ഹിമാലയ പർവ്വതത്തിൽ വളരെ മനോഹരമായ ഒരു ഗുഹയുണ്ട്. അതിനടുത്തായി സ്വർഗീയ നദി വേഗത്തിൽ ഒഴുകുന്നു. ദിവ്യതേജസ്സുള്ള ഒരു വലിയ ആശ്രമം അവിടെ ഉണ്ടായിരുന്നു. അത് പലവിധത്തിൽ ഉജ്ജ്വലമായിരുന്നു. ദിവ്യദൃഷ്ടിയുള്ള നാരദൻ തപസ്സു ചെയ്യാൻ അവിടെ പോയി. തപസ്സു ചെയ്യാൻ വളരെ സൗകര്യപ്രദമായ ആ ആശ്രമം കണ്ടപ്പോൾ പ്രമുഖ മുനി വളരെ നേരം തപസ്സു ചെയ്തു. ഉറച്ചും സ്ഥിരമായും ഇരുന്നു, മൗനം പാലിച്ചു, ശ്വാസത്തെ നിയന്ത്രിച്ചു, ബുദ്ധിയുടെ ശുദ്ധി നിലനിർത്തി. ഹേ ബ്രാഹ്മണരെ, മഹർഷി ധ്യാനത്തിലൂടെയും ഞാൻ ബ്രഹ്മമാണ് എന്ന തിരിച്ചറിവ് ഉളവാക്കി. അത് ബ്രഹ്മത്തെ നേരിട്ട് മനസ്സിലാക്കുന്നതിലേക്ക് നയിച്ചു. മഹാനായ നാരദ മഹർഷി ഇങ്ങനെ തപസ്സു ചെയ്തപ്പോൾ ഇന്ദ്രന്റെ മനസ്സ് അമിതമായി അസ്വസ്ഥമാവുകയും അവൻ വിറക്കുകയും ചെയ്തു. ഈ മുനി എന്റെ രാജ്യം കൊതിക്കുന്നു എന്ന് കരുതി ഇന്ദ്രൻ അത് നശിപ്പിക്കാൻ ആഗ്രഹിച്ചു. ദേവന്മാരുടെ നേതാവായ ഇന്ദ്രൻ തന്റെ രാജ്ഞിയോടും രതി വസന്തത്തോടും അവന്റെ സുഹൃത്ത് അകമ്പടിയോടെ ഉടൻ അവിടെ എത്തിയ കാമദേവൻ ഓർത്തു. തന്റെ താൽപ്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി വക്രബുദ്ധിയുള്ള ദേവന്മാരുടെ രാജാവ് കാമൻ വന്നിരിക്കുന്നതായി കണ്ട് അവനോട് ഇപ്രകാരം പറഞ്ഞു. ഇന്ദ്രൻ പറഞ്ഞു, ഹേ സുഹൃത്തേ, മഹാപരാക്രമശാലി, എപ്പോഴും എനിക്ക് ഉപകാരപ്രദമായത് മാത്രം ചെയ്യുന്നവനെ, ദയവായി ഞാൻ പറയാൻ പോകുന്നത് സ്നേഹപൂർവ്വം കേൾക്കുക. എനിക്ക് സഹായം നൽകൂ. നിന്റെ ശക്തമായ പിന്തുണയോടെ ഞാൻ നിരവധി സന്യാസിമാരുടെ അഹങ്കാരം നശിപ്പിച്ചു. ഹേ സുഹൃത്തേ, എന്റെ രാജ്യത്തിന്റെ സ്ഥിരത എപ്പോഴും നിന്റെ അനുഗ്രഹത്താലാണ്. നാരദ മഹർഷി മാനസിക നിയന്ത്രണത്തോടും ദൃഢനിശ്ചയത്തോടും കൂടി പ്രപഞ്ചനാഥനിലേക്ക് മനസ്സിനെ തിരിച്ചുകൊണ്ട് ഹിമാലയ പർവ്വതത്തിൽ തപസ്സനുഷ്ഠിക്കുകയാണ്. എന്റെ രാജ്യം തേടി അവൻ ബ്രഹ്മാവിനോട് യാചിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇപ്പോൾ തന്നെ നീ അവിടെ പോയി അവന്റെ തപസ്സ് തടസ്സപ്പെടുത്തണം. ഇന്ദ്രന്റെ ആജ്ഞപ്രകാരം കാമദേവൻ തന്റെ ഭാര്യ, രതി, സുഹൃത്ത് മധു എന്നിവരോടൊപ്പം അഹങ്കാരത്തോടെ ആ സ്ഥലത്തേക്ക് പോയി. തുടർന്ന് അദ്ദേഹം സ്വന്തം ആക്രമണ മാർഗങ്ങൾ ഒരുക്കി. അവൻ തന്റെ എല്ലാ കലകളും അവിടെ ഉടനടി പ്രയോഗിച്ചു. വസന്തവും തന്റെ വൈവിധ്യമാർന്ന സ്വഭാവത്തിന്റെ കഴിവ് അഹങ്കാരത്തോടെ പ്രചരിപ്പിച്ചു. ഹേ മഹർഷിമാരെ, ആ മഹർഷിയുടെ മനസ്സ് ചഞ്ചലപ്പെട്ടില്ല. ഈ കൂട്ടരുടെ അഹങ്കാരത്തിന് മാത്രമാണ് തിരിച്ചടി നേരിട്ടത്, അതും മഹേശന്റെ അനുഗ്രഹത്താൽ. ഹേ ശൗനക, മറ്റു മഹർഷിമാരെ, ദയവായി അതിന്റെ കാരണം ശ്രദ്ധിക്കുക. ഭഗവാന്റെ നിയന്ത്രണ ശക്തിയാൽ കാമന് ഒരു സ്വാധീനവും ചെലുത്താൻ കഴിഞ്ഞില്ല. കാമന്റെ അക്ഷീണ ശത്രുവായ ശിവൻ മുമ്പ് ഒരു വലിയ തപസ്സ് ചെയ്തത് ഈ സ്ഥലത്താണ്. കാമൻ ഭസ്മമായത് മുനിമാരുടെ തപസ്സുകൾ നശിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന കാമന്റെ പുനരുജ്ജീവനം ആഗ്രഹിച്ച രതിദേവന്മാരോട് അപേക്ഷിച്ചു. അവർ ലോകത്തിന്റെ മുഴുവൻ ദാനശീലനായ ഭഗവാൻ ശിവനോട് അപേക്ഷിച്ചു. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, ദേവന്മാരെ, കുറച്ചുകാലം കഴിഞ്ഞാൽ കാമൻ വീണ്ടും ജീവൻ പ്രാപിക്കും. എന്നാൽ അവന്റെ ഒരു തന്ത്രവും ഇവിടെ വിജയിക്കില്ല. ദേവന്മാരെ, ഈ സ്ഥലത്തിന് ചുറ്റുമുള്ള ഏത് സ്ഥലവും ഇവിടെയുള്ളവർക്ക് ദൃശ്യമാണോ? അത് കാമത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് എന്നേക്കുമായി പുറത്തായിരിക്കും. ശിവന്റെ ഈ പ്രസ്താവന മൂലമാണ് കാമന്റെ ദുഷ്ടതകൾ നാരദനെ കീഴടക്കാതിരുന്നത്. ശിവന്റെ വാസസ്ഥലത്തുനിന്ന് അദ്ദേഹം ഇന്ദ്രന്റെ അടുത്തേക്ക് പോയി. തുടർന്ന് കാമൻ മുനിയെക്കുറിച്ച് എല്ലാം വിവരിക്കുകയും അദ്ദേഹത്തിന്റെ ശക്തിയെ പ്രശംസിക്കുകയും ചെയ്തു. ഇന്ദ്രന്റെ ആജ്ഞപ്രകാരം കാമൻ സ്വന്തം സ്ഥലത്തേക്ക് മടങ്ങി. ശിവന്റെ മായാശക്തിയിൽ ഭ്രമിക്കപ്പെട്ട ഇന്ദ്രൻ യഥാർത്ഥ വസ്തുതകളെക്കുറിച്ച് ബോധവാനായിരുന്നില്ല. അവൻ വളരെയധികം ആശ്ചര്യപ്പെട്ടു. നാരദനെ ആരാധിച്ചു. ശിവന്റെ മായ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയാത്തതാണ്. പ്രപഞ്ചം മുഴുവൻ അതിൽ വഞ്ചിതരായിരിക്കുന്നു. സമർപ്പിത ആത്മാക്കളുടെ യഥാർത്ഥ ഭക്തർ മാത്രമേ രക്ഷപ്പെടൂ. ശിവന്റെ അനുഗ്രഹത്താൽ നാരദൻ വളരെക്കാലം ആശ്രമത്തിൽ താമസിച്ചു. പിന്നീട് തന്റെ തപസ്സ് പൂർത്തിയായി എന്ന് മനസ്സിലാക്കിയ മുനി അതേ കാര്യം തന്നെ തീരുമാനിച്ചു. കാമത്തെ കീഴടക്കിയെന്ന് കരുതി അയാൾ അഹങ്കാരത്താൽ വീർപ്പുമുട്ടി. യഥാർത്ഥ അറിവില്ലാതെ ശിവന്റെ മായയാൽ അയാൾ വഞ്ചിതനായി. ഹേ മഹർഷിമാരെ, ശിവന്റെ മായ അനുഗ്രഹീതയുമാണ്. വിഷ്ണു, ബ്രഹ്മാവ് തുടങ്ങിയവർക്ക് പോലും അതിന്റെ ഗതി എന്താണെന്നറിയില്ല. ആ ഭ്രമത്തിന്റെയും അഹങ്കാരത്തിന്റെയും അവസ്ഥയിൽ മഹാനായ നാരദ മഹർഷി സ്വന്തം നേട്ടങ്ങൾ തെളിയിക്കാൻ കൈലാസത്തിലേക്ക് പോയി. രുദ്രനെ വണങ്ങി. കാമജേതാവായ ശിവന് തുല്യനാണ് താനെന്ന ഉറച്ച ബോധ്യത്തോടെ മുനി അഹങ്കാരത്തോടെ തന്റെ വീരകൃത്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അതു കേട്ടപ്പോൾ തന്റെ ഭക്തരിൽ അനുകൂല മനോഭാവമുള്ള ശിവൻ യഥാർത്ഥ കാരണത്തെക്കുറിച്ച് അജ്ഞനായ, മനസ്സ് വഴിതെറ്റിയ, ശിവന്റെ മായയാൽ വഞ്ചിക്കപ്പെട്ട നാരദനെ ഉപദേശിച്ചു. രുദ്രൻ പറഞ്ഞു, പ്രിയപ്പെട്ട നാരദ, ഹേ ജ്ഞാനി മുനി, നീ അനുഗ്രഹീതനാണ്. പക്ഷേ ദയവായി ഞാൻ പറയുന്നത് കേൾക്കൂ. മറ്റൊരിടത്തും ഇതുപോലെ സംസാരിക്കരുത്. പ്രത്യേകിച്ച് വിഷ്ണുവിന്റെ സാന്നിധ്യത്തിൽ നിങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ പോലും. നിങ്ങൾ ഇപ്പോൾ ചെയ്തതുപോലെ നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ച് പരാമർശിക്കരുത്. ഇവ വളരെ രഹസ്യമായി സൂക്ഷിക്കണം, ഒരിക്കലും പ്രകടിപ്പിക്കരുത്. ഞാൻ നിങ്ങളോട് ഇത് പ്രത്യേകം പറയട്ടെ, കാരണം നിങ്ങൾ എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്.
നിങ്ങൾ ഒരു വിഷ്ണു ഭക്തനായതിനാൽ അദ്ദേഹത്തിന്റെ എല്ലാ ഭക്തരെയും പോലെ നിങ്ങൾ എന്റെ അനുയായിയാണ്. സൂത പറഞ്ഞു. സൃഷ്ടികർത്താവായ ഭഗവാൻ രുദ്രൻ ഇതുപോലെ പലവിധത്തിൽ അദ്ദേഹത്തെ ഉപദേശിച്ചു. എന്നാൽ ശിവന്റെ മായയുടെ സ്വാധീനത്തിലായിരുന്ന നാരദൻ ഈ ആരോഗ്യകരമായ ഉപദേശം സ്വീകരിച്ചില്ല. ബുദ്ധിമാനായ വ്യക്തികൾ ഭാവിയിലെ കർമ്മങ്ങൾ അനിവാര്യമാണെന്ന് കരുതണം. ശിവന്റെ ഇച്ഛയെ ആർക്കും തടയാൻ കഴിയില്ല. പിന്നെ ആ മഹാമുനി ബ്രഹ്മാവിന്റെ ലോകത്തേക്ക് പോയി. ബ്രഹ്മാവിനെ വന്ദിച്ച ശേഷം തന്റെ തപസ്സിന്റെ ഫലമായി കാമം കീഴടക്കിയതിനെക്കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബ്രഹ്മാവ് ശിവന്റെ താമര പോലുള്ള പാദങ്ങളെ ഓർമ്മിക്കുകയും അതുവഴി യഥാർത്ഥ കാരണം മനസ്സിലാക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം തന്റെ മകനെ വിലക്കി. ജ്ഞാനികളിൽ ഒന്നാമനായിരുന്നിട്ടും ശിവന്റെ മായയാൽ വഞ്ചിക്കപ്പെട്ട നാരദൻ ബ്രഹ്മാവിന്റെ ഉപദേശം സ്വീകരിച്ചില്ല. അഹങ്കാരത്തിന്റെ മുള അവന്റെ മനസ്സിൽ അത്രമാത്രം ഉറച്ചിരുന്നു. ലോകത്തിലെല്ലാം ശിവന്റെ ഇച്ഛാശക്തിയനുസരിച്ചായിരിക്കും നടക്കുക. പ്രപഞ്ചം മുഴുവൻ അവന്റെ ഇച്ഛയെ ആശ്രയിച്ചിരിക്കുന്നു എന്നത് സത്യമാണ്. നാരദൻ അതേ അർത്ഥശൂന്യമായ അഹങ്കാരത്തോടെ വിഷ്ണുലോകന്റെ അടുത്തേക്ക് തിടുക്കത്തിൽ പോയി വിഷ്ണുവിന്റെ സാന്നിധ്യത്തിൽ തന്റെ വീമ്പിളക്കലുകളെ പ്രശംസിച്ചു. നാരദൻ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ വിഷ്ണുവിന് നാരദന്റെ സന്ദർശനത്തിന്റെ ഉദ്ദേശ്യം ഊഹിക്കാൻ കഴിഞ്ഞു. അദ്ദേഹം എഴുന്നേറ്റുനിന്ന് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു. അദ്ദേഹം മുന്നോട്ട് നടന്നു സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു. നാരദനെ സുഖമായി ഇരുത്തി. ശിവന്റെ താമര പോലുള്ള പാദങ്ങളെ സ്മരിച്ചതിനുശേഷം നാരദന്റെ അഹങ്കാരത്തെ ശമിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം ഈ വാക്കുകൾ തുറന്നു പറഞ്ഞു. വിഷ്ണു പറഞ്ഞു. പ്രിയപ്പെട്ട നാരദ, മഹർഷിമാരിൽ ശ്രേഷ്ഠൻ, നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നിന്റെ സന്ദർശനത്താൽ ഞാൻ പവിത്രനായിരിക്കുന്നു. നീ എവിടെ നിന്നാണ് വരുന്നതെന്നും എന്തിനാണ് വന്നതെന്നും എനിക്കറിയാമോ? വിഷ്ണുവിന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ നാരദ മഹർഷി സന്തോഷിച്ചു. അതേ അഹങ്കാരത്തോടെയാണ് അദ്ദേഹം തന്റെ കഥ വിവരിച്ചത്. മഹർഷിയുടെ അഹങ്കാരപൂർണമായ വാക്കുകൾ കേട്ടപ്പോൾ വിഷ്ണു വീണ്ടും ശിവന്റെ താമര പോലുള്ള പാദങ്ങളെ ഓർമ്മിക്കുകയും യഥാർത്ഥ കാരണം മനസ്സിലാക്കുകയും ചെയ്തു. ശിവഭക്തനായ വിഷ്ണു ആത്മാവിനെ ശിവനിൽ അർപ്പിച്ചുകൊണ്ട് ശിരസ് കുനിച്ച് പുണ്യപർവ്വതത്തിന്റെ അധിപനായ പരമേശ്വരനെ കൈകൾ കൂപ്പി സ്തുതിച്ചു. വിഷ്ണു പറഞ്ഞു. ഹേ ഭഗവാൻ, ഓ ഭഗവാൻ മഹാദേവ, പരമേശ്വര, പ്രസാദിക്കണമേ. ഹേ ശിവ, നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നിന്റെ മായ എല്ലാവരെയും മോഹിപ്പിക്കുന്നു. അങ്ങനെ പരമാത്മാവായ ശിവന് പ്രാർത്ഥന ചൊല്ലി അവൻ കണ്ണുകൾ അടച്ച് അവന്റെ താമര പോലുള്ള പാദങ്ങളിൽ ധ്യാനിച്ചു നിന്നു. ശിവന്റെ ആജ്ഞപ്രകാരം ശിവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം മഹാനായ മുനിയെ സന്തോഷത്തോടെ അഭിസംബോധന ചെയ്തു. വിഷ്ണു പറഞ്ഞു. ഹേ മഹർഷിമാരിൽ ശ്രേഷ്ഠരെ, അങ്ങ് അനുഗ്രഹീതരാണ്. അങ്ങ് തപസ്സുകളുടെയും വിശാലഹൃദയരുടെയും കലവറയാണ്. ഹേ മഹർഷി, ത്രിവിധ ഭക്തിയില്ലാത്ത മനുഷ്യന്റെ ഹൃദയത്തിൽ മാത്രമേ കാമവും മായയും ഉദയം കൊള്ളുകയുള്ളൂ. എല്ലാത്തരം ദുരിതങ്ങളെയും ഉണർത്തുന്ന അടിസ്ഥാന വികാരങ്ങൾ അവനിൽ തൽക്ഷണം മുളച്ചുവരുന്നു. എന്നാൽ നീ ശാശ്വത ബ്രഹ്മചര്യത്തിന് പ്രതിജ്ഞയെടുത്തിരിക്കുന്നു. നീ എപ്പോഴും അറിവുള്ളവനും അനാസക്തിയിൽ മുഴുകിയവനുമാണ്. വികാരത്താൽ ബാധിക്കപ്പെടാത്തവനും സ്വഭാവത്താൽ ഉയർന്ന ബുദ്ധിമാനുമായ നിങ്ങൾക്ക് എങ്ങനെ കാമത്താൽ സ്വാധീനിക്കപ്പെടാൻ കഴിയും? ഇതുപോലുള്ള വാക്കുകൾ കേട്ടപ്പോൾ ആ മഹാമുനി ഉള്ളിൽ ചിരിച്ചു. പക്ഷേ വിഷ്ണുവിനോട് എളിമയോടെ സംസാരിച്ചു. നാരദൻ പറഞ്ഞു. ഹേ പ്രഭോ, നീ എന്നോട് ദയ കാണിച്ചാൽ കാമന് എന്നെ എന്തു ചെയ്യാൻ കഴിയും? അങ്ങനെ പറഞ്ഞുകൊണ്ട് ആകസ്മികമായി സന്ദർശിച്ച മുനി വിഷ്ണുവിനെ വണങ്ങിപ്പോയി. കൂടുതൽ വീഡിയോകൾക്കായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.